ഹലോ ഗായ്സ്, ഇന്നത്തെ എന്ന് പറയുന്നത് സ്പെഷ്യൽ വ്ളോഗാണ്. ഞാനിന്ന് നിൽക്കുന്നത് റോഡ് സൈഡിലാണ്. ഈ റോഡ് സൈഡിൽ നിൽക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബൈക്കായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ബൈക്കിൻ്റെ ഒരു മുമ്പത്തെ വേർഷൻ അല്ലെങ്കിൽ സ്റ്റോറി പറയുകയാണെങ്കിൽ അഫോർഡബിൾ ആണ്, കേരളത്തിന് പറ്റിയ ബൈക്കാണ്, 200cc ആണ്, 4 വാൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ആൻഡ് മൈലേജ് ഓഫ് റോഡ് കേപ്പബിലിറ്റി ആണെങ്കിൽ അടാർ ഓഫ് റോഡ് കേപ്പബിലിറ്റി. ഹീറോൻ്റെ മറ്റൊരു തുറുപ്പ് ചീട്ടാണ് ആ ബൈക്ക്. അവൻ്റെ അപ്ഡേറ്റഡ് വേർഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പ്രസൻറ്റ് ദ ഓൾ ന്യൂ എക്സ്പൾസ് 210. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടിരിക്കുന്നത് ഒരു എക്സ്പൾസ് 210 ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗ്രേ ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലുള്ളൊരു കളർ സ്കീമോടുകൂടി വന്നിട്ടുള്ളത്. ചളിയൊക്കെ ഉണ്ടാവും, ബിക്കോസ് ഇറ്റ് ഈസ് എൻ മോട്ടോക്രോസ് ബൈക്ക്. ലീഗലി മോട്ടോക്രോസ് ബൈക്കാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബൾക്കി ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ് നമ്മുടെ ഓൾ ന്യൂ എക്സ്പൾസ് 210. ഞാൻ ഈ വണ്ടി വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള മെഗാ മോട്ടേഴ്സ് എന്ന് പറഞ്ഞുള്ള ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ദം. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊരു 80 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു വിൻഷീൽഡ് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മാറ്റങ്ങളോടുകൂടി വന്നിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് ഉണ്ട്. ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മൺഗാർഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡിലേക്കൊക്കെ വരുമ്പോൾ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. മുമ്പത്തതും ലിക്വിഡ് കൂൾഡ് ആണ്, ബട്ട് ഇത്തിരി ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനിലാണ് ഇത്തിരി ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് പ്രൊഫൈൽ. ഈ ഒരു പ്രൊഫൈലാണ് അപ്പോൾ അങ്ങനെ സ്ലീക്കായിട്ട് വന്നേക്കേണ്ട ഒരു മൾട്ടി സ്റ്റാറാ, മിനിയേച്ചർ മൾട്ടി സ്റ്റാറാണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അത് ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നേരിട്ട് അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും മീറ്റർ ഓഫ് ചെയ്യാം. ആൻഡ് ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. കുഞ്ഞൊരു എക്സോസ്റ്റാണ്, വലിയ അലമ്പില്ലാത്തൊരു എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ XMR-ലൊക്കെ വന്ന സെയിം എഞ്ചിനാണെന്നുള്ള 210cc എഞ്ചിനോട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടയേഴ്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇറ്റ്സ് എൻ യൂറോ ഗ്രിപ്പിൻ്റെ 90 സെക്ഷൻ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ 120 സെക്ഷൻ ടയേഴ്സും ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്, ഫ്രണ്ടും ബാക്കും. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ വീണ്ടും ഓണാക്കി കാണിച്ചു തരാം. കണ്ടാ, ഇതാണ് പുതിയൊരു ഹെഡ് ലാമ്പ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ എക്സ്പൾസിനായിട്ട് ഇത്തിരി ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. എക്സോസ് നോട്ട് കാണുമ്പോൾ എനിക്കൊരു ബൈക്കിന് ഓർമ്മ വരുന്നത് നമ്മുടെ കവാസാക്കിൻ്റെ 230cc ഒരു ബൈക്കുണ്ട്, മോട്ടോക്രോസിൻ്റെ. അവരുടെ ചെറിയൊരു എക്സോസിൻ്റെ ഭംഗി വന്നിട്ടുണ്ട്. ബട്ട് ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്രേക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് കണ്ട ഇവിടെയൊക്കെ ലോക്ക് കുറേ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം വൈപ്പിക്കണില്ല, ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ തരാം. അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എക്സോസ്റ്റ് നോട്ടിൽ. ഭയങ്കര ഇഷ്ടമായി എക്സോസ്റ്റ് നോട്ട്. അത്യാവശ്യം നല്ലൊരു എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമായി പോയി. ആൻഡ് ഇവിടെ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പാനിൻസൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുള്ള. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓഫ് റോഡ് ബൈക്സൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് സീറ്റായിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ബട്ട് എനിക്ക് കംഫർട്ടബിൾ ആണ്. സീറ്റായിട്ടാണോ ചോദിച്ചാൽ ഓക്കെ, സീറ്റായിട്ടല്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഞാൻ ഒന്നും കൂടി ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഇത് റഫായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓടിച്ച് നോക്കണേക്കാട്ട് മുമ്പ് വണ്ടി ഒന്നുകൂടെ ഓഫ് ചെയ്യാം. സ്വിച്ചസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ഡിമ്മ് ബ്രൈറ്റ് പാസിനൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ 3 സ്വിച്ചസാണ് ഇതിൽ വന്നിട്ടുള്ളത്, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. അത് ഇൻ കേസ് ഓഫ് ട്രാക്ഷൻ കൺട്രോൾ, ABS അങ്ങനത്തെ കുറച്ച് ഓഫ് ചെയ്യാനൊക്കെയാണ്. മൊബൈൽ കണക്ടിവിറ്റി വന്നിട്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ വന്നിട്ട്, ഹോൺ ഒരു 200cc ഹോൺ ഞാൻ വന്നിട്ടുള്ള. ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഇഗ്നീഷൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കെന്തായാലും ഓടിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ റോഡിലാണ് ഇട്ടുള്ള. ജസ്റ്റ് മിറേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വിസിബിലിറ്റി. ആൻഡ് ഞാൻ ഇവിടുന്ന് അവിടെ വരെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാണ്. ആൻഡ് കൊച്ചിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. കുഴപ്പമില്ല, പെർഫോമൻസ് നോക്കിയോട്ടെ, കാണിച്ചു തരാം. അത്യാവശ്യം റോഡ് പ്രസൻസ് ഉള്ളൊരു ബൈക്കാണ്. ആൻഡ് പോലീസുകാരാണ്. കുഴപ്പമില്ല, വൈബ്രേഷൻ ഒന്നുമില്ല, ഭയങ്കര സ്മൂത്താണ്. ഓൺ റോഡ് അറൗണ്ട് 1.78 ഒക്കെ വരുന്നുണ്ട്. പോട്ടെ, ഓക്കെ ശരി. അപ്പോൾ അതാണ് ശരിക്കുള്ള റൈഡ്.
വൈബ്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. വൈബ്രേഷൻ എനിക്ക് അവിടെ നിർത്തപ്പോൾ തോന്നിയിട്ടില്ല. ബട്ട് ഒരു 7000 8000 RPM കഴിയുമ്പോൾ നൈസായിട്ട് ഫുഡ് പാക്കിന്ന് മാത്രമേ വൈബ്രേഷൻ വരുന്നുള്ളൂ. ആൻഡ് എക്സോസ് നോട്ടാണെങ്കിലും ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാൻ ഭയങ്കര രസമായിട്ടുള്ളൊരു ബൈക്കാണ്. ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാം. ആൻഡ് ABS ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് അധികം ദൂരം പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കൊച്ചി കാരണം ബ്ലോക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ വണ്ടി മൾട്ടി സ്ട്രാഡേനെ പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്നുള്ളത്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ ലോഞ്ചൊക്കെ കണ്ടു. ബട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സംതിങ് ഐക്കോണിക്കായിട്ട് അവർ ഡിസൈൻ ചെയ്തിരുന്നത് എനിക്കറിയായിരുന്നു. ബട്ട് അത് എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ വൺ ഡേ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ റാൻഡംലി ഇതിൻ്റെ TFT ഡിസ്പ്ലേ കണ്ടു. ആൻഡ് ഇറ്റ്സ് 4.2 ഇഞ്ചസ് TFT ഡിസ്പ്ലേ. അപ്പോൾ അതിൽ വന്നത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് മൾട്ടി സ്റ്റാർഡേഡ് പോലത്തെ ഒരു ഇതാണല്ലോ. ഇതിപ്പോൾ നൈറ്റ് മോഡിലാണ് ഇട്ടുള്ളത്. അതൊരു ഡാർക്ക് മോഡിലാണ് ഈ ഒരു തീം ഇട്ടുള്ളത്. ബട്ട് അതൊരു വൈറ്റ് കളറിലേക്കോട്ടാണെങ്കിൽ ഒരു പെയിൽ വൈറ്റ് എന്നല്ലെങ്കിൽ ഒരു ഡാർക്ക് വൈറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു മങ്ങിയ. ഇപ്പോൾ നിങ്ങളുടെ മൾട്ടി സ്റ്റാർഡ് അല്ലെങ്കിൽ പെനഗാലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ആണ് എനിക്ക് പെട്ടെന്ന് ഓട്ടത്തിൽ വന്നത്. കാരണം ഇപ്പോൾ പ്ലാനറ്റ് ഫുഡാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നോർമലി എൻ്റെ ഹൈറ്റ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്നത് ടോ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ മറ്റേ എക്സ്പൾസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ CC വൈസ് കൂടിയിട്ട് ടയർ സൈസ് വലിയ ഇൻക്രീസ് എനിക്ക് വന്നിട്ടില്ല. ഫ്രണ്ട് ടയറിൽ സെയിം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് 90 സെക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ എന്തായാലും ചെയ്യണ്ടാവും. ജസ്റ്റ് ഇതെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ ബ്രേക്കിംഗ് ഗുഡ്, കുഴപ്പമില്ല, കയറി പോകുന്നുണ്ട്. സോ ഗുഡ്. പിന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ വണ്ടി ഞാൻ ഒരു അരമണിക്കൂർ ഓടിച്ചതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇതിവിടെ പറഞ്ഞുതരാം. ഓഫ് റോഡ് കേപ്പബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ഓഫ് റോഡ് പോയി നോക്കി. ചെറിയൊരു ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പുണ്ടായിരുന്നു. അവിടെ മൊത്തം കല്ലും കട്ടയൊക്കെയായിരുന്നു. അതിവിടെ പോകുമ്പോൾ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് പേഴ്സണലി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 0 വൈബ്രേഷൻസ് ആണ് എനിക്ക് ഈ സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. 0 വൈബ്രേഷൻ എന്ന് വെച്ചാൽ എനിക്ക് വലിയ രീതിയിലുള്ള സ്റ്റിഫ്നെസ് എനിക്ക് സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തില്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഫീൽ ദ എക്സോസ് നോട്ട് 4th ഗിയറിലും അത്യാവശ്യം പുൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഹൈവേ യൂസിങ്ങിനാണെങ്കിലും കുഴപ്പമില്ല, ഗുഡ്. പിന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ കണ്ട അവിടെ തന്നെ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിൽ ഇടാനാണ് പറയുന്നത്. വേണ്ട, ഫസ്റ്റ് വേണ്ട, സെക്കൻഡ് തന്നെ പോവാം. ഓക്കെ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് ബിക്കോസ് ഇറ്റ്സ് കൊച്ചി. ആൻഡ് പിന്നെ സ്വിച്ചസിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ വളരെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെയാണ് പിടിച്ച് പറയുന്നത്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കിയാണെങ്കിലും ക്യുക്ക് റിയാക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കര റെസ്പോൺസാണ്, ഭയങ്കര റെസ്പോൺസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി വണ്ടി. ഞാൻ എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ ഹീറോ ബൈക്സ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ആകെ ചെയ്തിട്ടുള്ളൊരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പൾസ് 200 തന്നെയാണ്. അതും ഓൾഡ് 4 വാൾ വണ്ടിയാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. ക്രിസ്പിന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ബിക്കോസ് ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു റെസ്പോൺസാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ വല്ല ട്രാഫിക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇല്ല, നമുക്ക് ഓഫ് റോഡ് എടുക്കാം. ആഹാ, ഇവിടെ ഉണ്ട് ഓഫ് റോഡ്സ്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല, ഗുഡ്. നമുക്കെന്തായാലും ഒരു ഓപ്പൺ റോഡ് നോക്കി നോക്കാം. Oh my god. തഥാസ്തു.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സീറ്റായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. 850mm ആണ് ഇതിൻ്റെ സീറ്റായിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് കംഫർട്ടബിളാണ്. സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും റൈഡറിൻ്റെ സീറ്റ് ഇതിൽ താഴ്ന്നിട്ട് പില്ലിൻ്റെ ചെറിയ രീതിയിൽ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള പോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഈ വണ്ടി ഇത്തിരി സ്ലീക്ക് ചെയ്ത് എടുത്തുകൊണ്ടാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം കംഫർട്ടബിളാണ്. ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സ്പൾസ് ഓൾഡ് വേർഷൻ 200 വേർഷൻ നിങ്ങൾ സെർച്ച് ചെയ്ത് നടക്കുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ബിക്കോസ് എക്സ്പൾസ് 204 എക്സ്പൾസ് 210 വലിയ മാറ്റങ്ങൾ പറ്റുന്നിട്ടില്ല. മെയിനായിട്ട് ഒരു 10cc ഒരു വേരിയേഷൻ മാത്രമാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ആൻഡ് കമ്പയറിങ് പിന്നെ കുറച്ച് ഇലക്ട്രോണിക് വൈസ് ആയാലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റാദർ ദാൻ ഈ വണ്ടി ഓക്കെ എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ല, അടിപൊളിയാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട് 38 to 45 എന്നാണ് ഇപ്പോൾ നിലവിൽ ഞാൻ 1-2 സ്ഥലത്ത് നിന്ന് കേട്ട മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ. അതും ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. കൂടുതൽ ഒറിജിനൽ ഇൻഫർമേഷൻ അടിയിൽ ജസ്റ്റ് പാസ് ഔട്ട് ഉണ്ടായിട്ടും. അപ്പോൾ ഹീറ്റിംഗ് ഡേയ്സ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗിൻ്റെ കാഫ് മസിലിൻ്റെ ആ ഭാഗത്താണ് ചെറിയ രീതിയിലൊരു ഹീറ്റിംഗ് അനുഭവപ്പെടുന്നത്. റാദർ ദാൻ കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ക്വിക്ക് ഷിഫ്റ്റൊക്കെ വേണ്ട, പൊട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടി പതുക്കെ ഷോറൂമിൽ കയറ്റാം. ബാക്കി അവിടെ ഞാൻ നിർത്തിയിട്ട് സംസാരിക്കാം. നമ്മുടെ ഷോറൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് വണ്ടി കിട്ടിയിട്ടുള്ളത്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഹീറോ ഷോറൂം മെഗാ മോട്ടേഴ്സ്. ആൻഡ് നമുക്ക് ഈ വണ്ടി ഇത്ര പെട്ടെന്ന് ഇവർ അറേഞ്ച് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ്. ആൻഡ് ഞാൻ കുറച്ച് നിർത്തി പറയുകയാണെങ്കിൽ, സ്റ്റാൻഡ് അവിടെ അത്യാവശ്യം വലിയൊരു സ്റ്റാൻഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്, ഒന്നും പറയല്ല. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് അറൗണ്ട് 13 liters ആണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ മൈലേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് കമ്പയറിങ് ദാറ്റ് ഞാൻ ആ മോഡൽ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. വണ്ടി അത്യാവശ്യം നല്ല ബൾക്കായിട്ട് ഫീൽ ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ടാങ്കിൻ്റെ സൈഡിൽ കൊടുത്തേക്കുന്നത് ആ ഒരു പീസാണ്. ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബൾക്കി ഫീലാണ് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഈ സൈഡിലൊക്കെ ഒരു പാനിൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഒന്ന് കണ്ണും പൂട്ടി നമുക്ക് ലഡാക്കൊക്കെ ട്രിപ്പ് അടിക്കാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോൾ ഈ വണ്ടി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഹീറോ ബൈക്സ് ഇപ്പോൾ എവിടേക്ക് പോകണമെന്ന് ഉൾപ്പെടുത്താൻ കിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സായ 1-2 ബ്രാൻഡ്സ് ഉണ്ട്. അവരുടെ മാനുഫാക്ചറിങ് സ്കിൽസ് വേറെ ലെവലായി മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് വൈസ് ആയാലും എൻജിൻ വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാ രീതിയിലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്തിരിയും ഹൈടെക് ആൾക്കാരെ കൊണ്ടാണെന്നുകൊണ്ട് ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഓഫ് കാണിച്ചു തരാം. ഓൺ ആൻഡ് ഇതാണ് എക്സ്പൾസിൻ്റെ പുതിയ ഡിസ്പ്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു നോക്കാം. ഫ്യൂവൽ, മൊബൈൽ കണക്ടിവിറ്റി, ബാക്ക് പോവാം. ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് പോയി ഡിസ്പ്ലേ കണക്ടിവിറ്റി. ബ്രൈറ്റ്നസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയം, ഇതിപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത്. ആൻഡ് നമുക്ക് ബാക്ക് പോവുകയാണെങ്കിൽ അപ്പിയറൻസ്, വിഡ്ജറ്റ്, അപ്പിയറൻസ്, ഡേ. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ മൾട്ടി സ്റ്റാഡ ലുക്ക് എന്ന് പറഞ്ഞിട്ട്, ഒരു മിനി മൾട്ടി സ്റ്റാഡ ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്, ഭയങ്കര ഭംഗിയുണ്ട്. അത്യാവശ്യം ചെറുതാണെന്ന് തോന്നും വീഡിയോയിൽ കാണുമ്പോൾ, അത്യാവശ്യം നല്ല ഫോട്ടോയിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ടെങ്കിലും ആൾ കുറച്ച് ചെറുതാണ്. 4.2 inches ഒരു കുഞ്ഞ് TFT ഡിസ്പ്ലേ ആണെന്നുള്ള. ആൻഡ് ഇതിൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ 1.78 to 1.82 lakhs ആണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിലെന്തെങ്കിലും വില വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം, ജസ്റ്റ് അടിയിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഓഫ് റോഡേഴ്സ് ആ എക്സ്പൾസിൻ്റെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രാബ് റെയിലോ അല്ലെങ്കിൽ നമുക്ക് പിടിക്കാനുള്ള സംഭവമൊന്നുമില്ല. അപ്പം ഭൂരിഭാഗം ആൾക്കാർ പിടിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബിലായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡിൽ ബാർമായിരിക്കും. അപ്പോൾ ഇൻ കേസ് ഓഫ് ഹെവി ഓഫ് റോഡ്സ് നമുക്കിങ്ങനെ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അങ്ങനെ കുറേ രീതിയിലുള്ള മാറ്റങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ ഓൾ ന്യൂ എക്സ്പൾസ് 210 വന്നിട്ടുള്ളത്. ഫുള്ളി ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ഹൈറ്റിലാണെങ്കിലും. ബട്ട് വേറെ കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ ഇത്രയ്ക്കും ഇതിനേക്കാളും വലിയ മാറ്റം എന്നുള്ളത് ഞാൻ മെയിനായിട്ട് പറഞ്ഞല്ലോ, ഈ ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പോർഷനിലാണ് മെയിനായിട്ട് വന്നുള്ളത്. എന്ന് വെച്ചാൽ സെയിം പെട്രോൾ ടാങ്ക് ഞാൻ വന്നിട്ടുള്ളത്. സെയിം എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, കപ്പാസിറ്റി ഒക്കെ സെയിം ആണ്. ഈ ഒരു പോർഷനിൽ വേറൊരു പാനൽ വന്നൊരു ഡിഫറൻസ് ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ്
ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞൊരു വീഡിയോ. ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ടിൽ പോകല്ല, വണ്ടി ജസ്റ്റ് ബാക്കിലേക്ക് ഇറക്കിയിട്ട് വണ്ടിയുടെ വൈൻഡ് അപ്പ് ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ നേരത്തെ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കാൻ മറന്നുകൊണ്ട് ഹസാർഡ് ഇട്ടിട്ട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര ചെറുതായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതൊരു ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അണ്ടിൽ ദെൻ സീ യു ഗൈസ് ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വൈബു സൈനിങ് ഓഫ്. ബൈ.